എല്ലാവർക്കും നമസ്കാരം. ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി പച്ചമാങ്ങ ജ്യൂസാണിത്. ഇതുവരെ പച്ചമാങ്ങ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. കാരണം പച്ചമാങ്ങ വെച്ചുള്ള ജ്യൂസാണെന്ന് ഒരു കാരണവശാലും മനസ്സിലാകുകയില്ല. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ജ്യൂസിന്. അതിനായിട്ട് ഇതുപോലത്തെ മീഡിയം സൈസിലുള്ള ഒരു പച്ചമാങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ജ്യൂസിന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതൊരു മീഡിയം ലെവൽ മധുരം മാത്രമേ കാണുകയുള്ളൂ. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ജ്യൂസിന് കറക്റ്റ് മധുരമാണ്. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1-2 കാന്താരി മുളക്, ഒരു ഏലക്ക ഇവ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, കാന്താരിമുളക്, ഏലക്ക ഇവയുടെ അളവ് കൂടിപ്പോകരുത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവ് വെച്ച് ഉണ്ടാക്കിയാൽ പെർഫെക്റ്റ് ജ്യൂസ് ആയിരിക്കും. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്, അതായത് മാങ്ങയുടെ നികക്ക വെള്ളം ഒഴിച്ചു കൊടുത്ത് 1 മിനിറ്റ് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് ഒരു 30 സെക്കൻഡ് അടിച്ചെടുക്കാം. ഞാനിവിടെ മൊത്തം 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വളരെ റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ജ്യൂസ് അരിച്ചൊഴിക്കാം. അരിക്കാതെ വേണമെങ്കിലും ജ്യൂസ് ഒഴിക്കാം. അതുപോലെ ഈ ജ്യൂസിൽ പുതിനയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 2 ഇല അരയ്ക്കുന്നതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ലാസ്റ്റ് പൊടിയായി അരിഞ്ഞിട്ടോ സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ളവർക്ക് ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം ഹണി വേണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ പഞ്ചസാരയും ഹണിയും ഒന്നും ചേർക്കാതെ ഒട്ടും മധുരമില്ലാതെ, അതായത് മാങ്ങയുടെ കൂടെ അല്പം ഇഞ്ചിയും ഉപ്പും കാന്താരിമുളകും കൂടി ചേർത്ത് അടിച്ചെടുത്താലും അടിപൊളി ജ്യൂസാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.